ഇത് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മക്ക് ഇത് കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാം, കളയണ്ട. ഇത് ആവി കയറ്റിയപ്പം വെന്ത് പകുതി വേവായി. ഇനി ഇത് തണുപ്പിക്കണം നമ്മള്. ഇനി നമ്മളിൽ ആവിയിൽ പുഴുങ്ങിയ ചക്കയാണിത്, അത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇതിനകത്ത് ചേർക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് മൂപ്പിച്ച് പോരാം. ഞാനേ ഇതിനകത്തുനിന്ന് വേണ്ടി ചക്ക കട്ട് ചെയ്ത് മാറ്റാന്ന് വിചാരിച്ചു. ഇത് കൊച്ചു തൈയാണ്. നമ്മള് മേടിച്ച വിയറ്റ്നാംകാരുള്ള പ്ലാവ് എന്നൊക്കെ പറയുന്ന പ്ലാവുണ്ടല്ലോ, അത് വാങ്ങിച്ച് വെച്ച് 2 കൊല്ലമായി. 2 കൊല്ലമായപ്പോ നമ്മള് പ്ലാവിലെ ചക്കയില്ലേ? പ്ലാവുണ്ടോ അവിടെ? ഒരുപാട് ചക്ക പോകണ്ടോ? അപ്പോഴേ അപ്പൊ ഈ പ്ലാവിൽ 2 കൊല്ലം ആയതെല്ലാം ഉള്ളു. 2 പ്ലാവ് വർഷം കൊണ്ട് ഏകദേശം ഒരു 15-20 അടിക്കാതെ ഉയരം വെച്ച പ്ലാവ് കേട്ടോ. ഈ പ്ലാവിന്റെ ചെവിട്ടിൽ കണ്ടോ ചക്ക ഒക്കെ കണ്ടോ, ഒരുപാട് ചക്ക. ഇപ്പൊ ഏകദേശം കട്ടേറായില്ലമ്മ. അത് കട്ടേറായെന്ന് വെച്ചാ ഇതിന് ഇത് വെയിറ്റ് നമുക്ക് ഈ പ്ലാവിന്റെ അത്ര ആരോഗ്യം ഇല്ലല്ലോ, കനമില്ലല്ലോ ഇതിന്. അപ്പോഴിത് നമ്മള് കുറച്ച് ചക്ക അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ചക്ക കട്ട് ചെയ്ത് മാറ്റണം അല്ലേ? അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊറേയൊക്കെ മാറ്റി. അപ്പൊ ഇനി നമ്മൾ അതിൽ നിന്ന് നമുക്ക് പിന്നെ കൊറേയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇടിയൻ ചക്കയാകുന്ന പരുവുള്ള ആ ചക്ക കട്ട് ചെയ്ത് മാറ്റാന്ന് വെച്ചു. ഇത് ആദ്യം നമ്മൾ പിടിച്ച ചക്കയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുണ്ട്. 2 അല്ല, 1 വർഷം കഴിയുമ്പോ തന്നെ ചക്ക പിടിച്ചു തുടങ്ങൂലേ? അപ്പോഴാദ്യം പിടിച്ച ചക്കയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ നമ്മള്. പിന്നെ ഇപ്പം 2ാമത് പിടിച്ചതാ. അതിൽ നിന്നും കൊറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങ് തറയെ വരെ ഇരുന്നായിരുന്നു. ചക്ക തറയെ കിടക്കുന്നു. ഇങ്ങോട്ട് വന്നേമ്മ. ഇവിടെ എല്ലാം കണ്ടോ തറയെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീട് കാണുന്ന ആർക്കെങ്കിലും ഈ ചക്ക നിലത്ത് തട്ടിക്കൂടാന്ന് പറയുന്നേട്ടില്ലമ്മ. ഇതെല്ലാം നമ്മള് കട്ട് ചെയ്ത് മാറ്റിയതാ. ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതാ. ഇതെല്ലാം തറയിലായിരുന്നു. അല്ല ഞാൻ പല ആൾക്കാരും പറയുന്നുണ്ട് ചക്ക നിലത്ത് കിടന്നുകൂടാന്നുള്ളത് ദോഷമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളോട് നിങ്ങൾ ആരും യോജിക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? അമ്മയുടെ അഭിപ്രായം എന്താണത്? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇങ്ങനെയുള്ള പ്ലാവിന്റെ ചക്കകൾ ഇത്രയും താഴെ ചുവട്ടിലാണ് പിടിക്കുന്നത്. അപ്പം തറയിലോട്ടേ വരുത്തുള്ളൂ. അപ്പം പിന്നെ അത് അങ്ങനെ കട്ട് ചെയ്യാൻ നിന്നാ മൊത്തവും കട്ട് ചെയ്യാനെല്ലാം പറ്റൂ. അതെ 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 അതെ. ഈ പ്ലാവിലെ ചക്ക നമ്മളിപ്പം കട്ട് ചെയ്യുന്ന അതുകൊണ്ടല്ല, തറയിൽ നിന്നല്ല. ഇതിന്റെ ഈ ആരോഗ്യം, ഈ പ്ലാവിന് കനമില്ലല്ലോ, 2 കൊല്ലം എല്ലാം ആയുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് താങ്ങത്തില്ല. ആരോഗ്യം നശിക്കും. അന്നേരം നമ്മൾ അതിന്ന് ഇത് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മക്ക് ഇത് കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാം, കളയണ്ട. നമുക്ക് കൊണ്ടുപോയി തോരനാക്കാം. നമുക്കത് ഉപയോഗിച്ച പ്രയോജനപ്പെടും. എങ്ങനെയാ ചെയ്യുന്നത് പറയാവോ? ഞാൻ ഇടിയൻ ചക്ക ഉണ്ടാക്കുന്നത് ഇത് നമ്മളിപ്പോ ഇതിന്റെ മുള്ളുകളെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇത് പീസാക്കും. കൊച്ചു പീസാക്കി നമ്മള് ആവി കയറ്റും. ആവി കയറ്റിയിട്ട് അത് നമ്മള് ചെറുതായിട്ട് ചതച്ചെടുത്ത് അതിനകത്ത് നമ്മൾ അരപ്പുകളൊക്കെ ചേർത്ത് എല്ലാം അതിനകത്ത് ചേർക്കാനുള്ള എല്ലാം ചേർത്ത് എണ്ണയ്ക്കകത്താക്കി ചിക്കി തോത്തിയെടുക്കും. അപ്പൊ ഇത് നമ്മൾ കളയും വേണ്ട, നമ്മുടെ പ്ലാവിന് സംരക്ഷണമാവും. അമ്മ നമ്മൾ നേരത്തെ കട്ടയ ചക്ക ഇല്ലേ ഇത്? ഇടിയൻ ചക്കയ്ക്ക് വേണ്ടിയുള്ള ചക്ക എന്തൊക്കെ ചെയ്തമ്മ? ഇപ്പൊ അതിന്റെ പുറംതോടെല്ലാം കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചേക്കുവല്ലേ. ഇതിപ്പോ നമ്മള് അടുപ്പിൽ വെച്ച് ആവി കയറ്റും. ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് വെച്ച് ആവി സംഭവം അല്ലേ? ആവി കയറ്റും. എന്നിട്ട് നമുക്ക് ഇനി ആ ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ്, നമ്മളൊക്കെ അതിന് വേണ്ടുന്നുള്ള അരപ്പുകൾ ചെയ്യാനുള്ള സാധനങ്ങളാണ്. അതിനകത്ത് നമുക്ക് വെളുത്തുള്ളി, കൊച്ചുള്ളി അരിഞ്ചെണ്ണം, പച്ചമുളക്, ഇത് ഇത്രയും കൂടി ഇട്ട് ആദ്യം അങ്ങ് ചതയ്ക്കണം. ചതച്ചിട്ട് പിന്നെ തേങ്ങ, നമ്മൾ അതിനാവശ്യമുള്ള തേങ്ങ, ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ചതച്ച് ബാക്കി അത് കയറിയിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മൾ ഇടിയൻ ചക്കയ്ക്കുള്ള ചക്ക വേവിക്കും കേട്ടോ. ആ തൊലി ചെത്തി കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയ ആ ചക്ക ഇതിനകത്തുണ്ട്. 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് സംഭവം വെന്ത് വരും കേട്ടോ. ആവി വെന്ത് വരും. അമ്മ അല്ല, നമ്മൾ ഇടിയൻ ചക്ക എന്ന് പറയില്ലേ, പക്ഷെ ഇത് ആവി കയറ്റി, പക്ഷെ നമ്മൾ കഴിക്കാൻ നേരത്തെ പൊടിഞ്ഞിരിക്കുന്നത്. ഇത് ആവി കയറ്റിയപ്പം വെന്ത് പകുതി വേവായി. ഇനി ഇത് തണുപ്പിക്കണം. തണുപ്പിച്ചിട്ട് നമ്മള് മിക്സിയിലെ ജാറിനകത്ത് ഇട്ടിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കണം. ഒന്ന് ഇടത്തോട്ട് കറക്കാവും. വലത്തോട്ട് കറക്കി കഴിഞ്ഞാൽ
ഇടത്ത് വലത്ത് തൂമ്പോ അത് എടുത്തോട്ടാകുമ്പോ ചതഞ്ഞ് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഓ സ്പീഡ് കൂടുതലുള്ള മോട്ടറിന്. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അങ്ങനെ ചതയ്ക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ബാക്കി വേവിക്കാം. ഓക്കെ, നേരത്തെ തണുക്കണോ ഇല്ല? ഇനി ഇതൊന്ന് തണുക്കട്ടെ. എണ്ണ ഒഴിച്ചു ഇല്ലേ അമ്മ? നേരത്തെ നമ്മൾ കണ്ട ആ ചക്ക ഇല്ലേ, ഇടിയൻ ചക്ക നല്ല രീതിയിൽ മിക്സിക്കകത്ത് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തു ഇല്ലേ? പൊടിച്ചത് ഈ രൂപത്തിലുണ്ടോ? ഇതാണെങ്കിൽ ചതച്ചെടുത്തേക്ക് വേണം. ഇനി നമ്മളിത് എങ്ങനെയാണ് അടുത്ത പാചകിക്കുന്നതെന്ന് നോക്കാം. നമ്മളങ്ങനെ ഇരുമ്പേട്ട് വെച്ച് എണ്ണ ഒഴിച്ചില്ലേ? അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കടുകിടാൻ പോവല്ലേ? കടുകിട്ട് അത് വേണ്ട കടുക് പൊട്ടി. ഇനി നമ്മൾ അതിനകത്ത് 2 വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്ത് നമ്മൾ അരപ്പാണ് മുമ്പേ ചേർക്കുന്നത്. ഇതിനകത്ത് തേങ്ങ, ജീരകം, മുളക് പൊടി, മഞ്ഞപ്പൊടി. ഇത് ഇതിന്റെ ഒരു പച്ച ക്രാണം മാറാനാണ് നമ്മൾ മുമ്പേ എണ്ണയ്ക്കകത്ത് ഇത് ഇടുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് എടുക്കണം. ഇനി നമ്മളിൽ ആവിയിൽ പുഴുങ്ങിയ ചക്കയാണിത്. അത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതും കൂടി ഇതിനകത്ത് ചേർക്കുക. ആവി പുഴുങ്ങിയെന്ന് പറഞ്ഞാൽ ചക്ക കൊണ്ടുവന്ന് മുള്ളു ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആവി വേവിച്ചിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തു, ക്രഷ് ചെയ്തെടുത്തില്ലേ? അതാണ് നമ്മൾ ഇട്ടത് ഇല്ലേ? ഇനി അതെല്ലാം കൂടെ നമുക്ക് ആ അരപ്പും ഇത് എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി ഉണ്ടകെട്ടൊന്നുമല്ല, നല്ല തോരന്റെ പരുവല്ലേ ഇത്. ഇച്ചിരി നേരം നമുക്ക് ഇതിനകത്ത് ഒന്ന് അടച്ചു വെച്ച് ആവിയേറ്റാം. അതിന് നമുക്കൊരു അടുപ്പെടുത്ത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മളെ ഇടിയൻ റെഡിയാവും. ഓക്കെ അമ്മ, അത് നമ്മൾ അടുത്ത് ഇരുമ്പായിട്ട് വെച്ചില്ലേ? അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് അതിനകത്ത് എണ്ണ ചൂടായ ഇത്തിരി ഉഴുന്ന് പരിപ്പ്, ഒരിച്ചിരി അല്ലാത്ത പയർ പരിപ്പ്, അതിനകത്ത് പീസാക്കിയ ഒരു 5-6 കഷ്ണം അണ്ടിപ്പരിപ്പ്. അതിന്റെ ആവശ്യമുണ്ട്, വേണമെങ്കിൽ ഇട്ടാ മതി. പക്ഷെ അത് ഇട്ട് നമുക്കത് ചെയ്യാമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. അങ്ങോട്ട് മൂക്കണം. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് മൂപ്പിച്ച് പോരാം. എന്നിട്ട് അത് നമ്മൾ ആ വെച്ചേക്കുന്ന ചക്കത്തോരനകത്തോട്ട് ചേർക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആവുമ്പോ നമ്മളങ്ങോട്ട് ചവയ്ക്കാൻ പോണ്ടല്ലേ, നല്ല കറുമുറാന്നിരിക്കും ഇതെല്ലാം കൂടെ. അങ്ങനെയാണ് നമ്മുടെ ഇടിയൻ ചക്ക റെഡിയായി. ഇടിയൻ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇടിയൻ ചക്ക. ഇത് നമ്മുടെ അയ്യത്ത് നിന്ന് 1 മാസം പ്രായമായ ചക്കയാണിത്. 1 മാസം പ്രായ ചക്കയല്ലേ? അതാണ് നമ്മൾ ഇപ്പം ദാണ്ട തോരനാക്കി നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ചക്ക ആണെങ്കിൽ കുഞ്ഞു ചക്ക ആണെങ്കിലും പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഇങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. പ്ലാവിൽ നിന്നാ പ്ലാവിന് ദോഷമാണ്. ഇടിയൻ ചക്ക ആക്കി കഴിഞ്ഞാൽ നമുക്കും കഴിക്കാൻ, പ്ലാവിനും കുഴപ്പമില്ല. കഴിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി. നല്ല അടിപൊളി. ആ ഉഴുന്നും പരിപ്പും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചവയ്ക്കുമ്പോഴുള്ള രസം ഒരു വേറെ. അത് സൂപ്പർ.